ഒരു പോപ്കോൺ ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങളൊരു പോപ്കോണിൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിവിടെ പോപ്കോൺ കേട്ടപ്പോഴും ഒരാൾ ഓടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കിയിട്ട് അതിലോട്ടൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതിനുശേഷം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കോൺ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനതിലോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്കിത് പൊട്ടി തുടങ്ങി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം. നന്നായിട്ടൊരു ചൂടായി വരുന്നുണ്ട്. ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കാം. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പതിയെ തുറന്ന് നോക്കാം. നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലതാണ്. ഞങ്ങൾ കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ എൻ്റെ അമ്മയും കഴിച്ച് നോക്കി. അന്നേയും സൂപ്പറും വന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.